വെൽക്കം ബാക്ക് ടു +1 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്. എല്ലാവർക്കും +1 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി സെക്കൻഡ് ചാപ്റ്റർ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് കടമെടുത്ത ഒന്നാണ്, ബോറോവ്ഡ് റൈറ്റ്സ് ആണ് അല്ലേ. മറ്റ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ഒരു ആശയമാണ് ഇന്ത്യയിലെ മൗലിക അവകാശം എന്ന് പറയുന്നത്. പാർട്ട് 3, ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 3-ലാണത്. ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദർ ആർ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പ്രധാനമായിട്ടും 6 മൗലിക അവകാശങ്ങളാണ് ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നത്. ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടന രാജ്യം ഉറപ്പു നൽകുന്ന ചില അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഇത് ഭരണഘടനയിലെ 3-ാം ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നൗ we will discussing about a detailed version of the fundamental rights. What are the fundamental rights and in which article or they will be included? ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ദെയർ പ്രൊവിഷൻസ്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊവിഷനുകൾ, ഏതൊക്കെ ആർട്ടിക്കിളുകളാണ്, എന്തൊക്കെയാണ് പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം, നിരവധി ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളുണ്ട്. 6 ദർ ആർ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മേജറായിട്ടും 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പരീക്ഷയ്ക്ക് എസ്എ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചോദ്യമാണ് ഏത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങളുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് we will discussing about the fundamental rights in the Indian Constitution. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാം എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി. വിച്ച് മീൻസ് ഒരു രാജ്യത്തെ ഭരണഘടന അനുവദിച്ച് നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദർ ആർ 6 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഏകദേശം 6 തരം മൗലിക അവകാശങ്ങളാണുള്ളത്. ഇൻ 1928 ദ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് വാസ് ഇൻക്ലൂഡഡ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 1928 മോത്തിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചാണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്ന് നിർദ്ദേശം നൽകിയത്. ഇറ്റ് വിൽ ബി ബോറോഡ് ഫ്രം ദി USA അല്ലേ, അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ഒരു പ്രൊവിഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. നോക്കാം എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഈക്വാലിറ്റി. ദി ആർട്ടിക്കിൾ 14 to 18, ദ റൈറ്റ് ടു ഈക്വാലിറ്റി ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ആർട്ടിക്കിൾ 14 to 18. 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം എന്ന ആ മൗലിക അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണ് സമത്വാവകാശം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നോക്കാം ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരും നിയമം എല്ലാവർക്കും തുല്യ സംരക്ഷണവും നൽകുന്നു. It means all are equal before law and no special privileges in favor of any person. The concept equality before law is borrowed from the British Constitution and equal protection of law from US Constitution. എന്ന് പറഞ്ഞാൽ
നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 15 prohibits discrimination in public places based on religion, caste, sex, place of birth. ആർട്ടിക്കിൾ 15 പ്രകാരം പൊതുസ്ഥലങ്ങളിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ ഒരാളോടും വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് employment. Article 16(4) of the Constitution explicitly clarifies that a policy like reservation will not be seen as a violation of right to equality. ആർട്ടിക്കിൾ 16 പ്രകാരം ഗവൺമെൻറ് നിയമങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം, എന്നാൽ സംവരണം പോലുള്ള നയങ്ങളെ സമത്വ അവകാശത്തിൻ്റെ ലംഘനമായി കാണാൻ കഴിയില്ലെന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14(4) വ്യക്തമാക്കുന്നു. ആർട്ടിക്കിൾ 17 prohibits untouchability and to make its practice punishable by law. ആർട്ടിക്കിൾ 17 പ്രകാരം അയിത്തം അഥവാ തൊട്ടുകൂടായ്മ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 18 prohibits the states from conferring the titles expect military or academic distinction. ആർട്ടിക്കിൾ 18 പറയുന്നത് സൈനികപരവും വിദ്യാഭ്യാസപരവുമായ ബഹുമതികൾ ഒഴികെ മറ്റ് ബഹുമതികൾ ഗവൺമെൻറ് പൗരന്മാർക്ക് നൽകാൻ പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 to 28. ആർട്ടിക്കിൾ 19 describes that it is considered as the backbone of all other fundamental rights. It consists of 6 types of freedom. These are സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പറയുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നാണ് അറിയപ്പെടുന്നത്, ബാക്ക് ബോൺ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഈ ആർട്ടിക്കിൾ ചില മൗലിക സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക് അനുവദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയാനും പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി, സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം. ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻ, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം. ഫ്രീഡം ടു മൂവ് ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം. ഫ്രീഡം ടു റിസൈഡ് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കാനുള്ള അവകാശം. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം. ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ഒക്യുപ്പേഷൻ. ദെൻ ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസ്. ഇറ്റ് സേസ് ഫസ്റ്റ് വൺ, നോ പേഴ്സൺ ഷാൽ ബി പണിഷ്ഡ് ഫോർ ദി സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ആർട്ടിക്കിൾ 20 പറയുന്നത് ആർട്ടിക്കിൾ 20 കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 20 അനുസരിച്ച് ഒരു തെറ്റിന് ഒന്നിൽ കൂടുതൽ തവണ ഒരാളെ ശിക്ഷിക്കുവാൻ പാടില്ല. ബി, നോ ലോ ഷാൾ ഡിക്ലെയർ എനി ആക്ഷൻ ആസ് ഇല്ലീഗൽ ഫ്രം എ ബാക്ക് ഡേറ്റ് എന്ന് പറഞ്ഞാലും ഒരു വ്യക്തി കുറ്റം ചെയ്യുന്ന സമയത്ത് നിലനിൽക്കുന്ന നിയമമനുസരിച്ച് മാത്രമേ ശിക്ഷിക്കുവാൻ പാടുകയുള്ളൂ. സി, നോ പേഴ്സൺ ഷാൽ ബി കമ്പൽഡ് ടു ബി വിറ്റ്നസ്ഡ് എഗൈൻസ്റ്റ് ഹിംസെൽഫ്. മാത്രമല്ല സ്വയം സാക്ഷി പറയുന്നതിന് കുറ്റാരോപിതനെ നിർബന്ധിക്കാനും പാടില്ല. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം നൽകുന്നു. It says no person shall be deprived of his life and personal liberty except according to the procedure established by the law. Right to education is in Article 21A. The provision was added by 86th Amendment in 2002. This article says that എന്താണ് പറയുന്നത്, നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തി. Then next one, Article 22. Article 22. It says that protection against arbitrary arrest and detention. It confers the following rights on a person who is arrested or detained under ordinary law. എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 22 നിയമവിരുദ്ധമായ അറസ്റ്റിൽ നിന്നും തടങ്കൽ വെക്കൽ നിന്നുമുള്ള സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 22 പ്രകാരം അറസ്റ്റിന് ആസ്പദമായ കാരണം വ്യക്തിയെ ബോധിപ്പിക്കേണ്ടതാണ്. റൈറ്റ് ടു ബി ഇൻഫോംഡ് ദി ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്, റൈറ്റ് ടു കൺസൾട്ട് ആൻഡ് ഡിഫെൻഡഡ് ബൈ എ ലീഗൽ പ്രാക്ടീഷണർ, റൈറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours എക്സെട്ര. എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അയാൾ തിരഞ്ഞെടുക്കുന്ന അഭിഭാഷകനുമായി ബന്ധപ്പെടുവാനും
അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കപ്പെടുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ്, ദ തേർഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈ റൈറ്റ് ടു എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 23 മുതൽ 24. ആർട്ടിക്കിൾ 23 expressed that prohibits trafficking human being and forced labor. Trafficking in human being included selling and buying of men, women and children like goods, immoral traffic in women and children, and slavery. This article also prohibits forced labor without payment. ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത് മനുഷ്യ കച്ചടവും കൂലി നൽകാതെയുള്ള നിർബന്ധിത ജോലിയും നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 prohibits employment of children below the age of 14 in dangerous jobs like mines and factories. ആർട്ടിക്കിൾ 24 പറയുന്നത് ബാലവേല നിരോധിച്ചിരിക്കുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് അപകടകരമായ ജോലിയിൽ ചെയ്യാൻ പാടില്ല. ആൻഡ് ഫോർത്ത് വൺ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 to 28 മതവിശ്വാസത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഭരണഘടനയിൽ മതേതരത്വം വ്യക്തമാക്കുന്ന ആർട്ടിക്കിളുകളാണ് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകളെന്ന് പറയുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം നോക്കാം എന്താണ്. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഫ്രീഡം ടു കൺസൈൻസ് ആൻഡ് ദി റൈറ്റ് ടു ഫ്രീലി പ്രൊഫെസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പിന്തുടരുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 26 മതപരമായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള അവകാശമാണ്. ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ റിലീജിയസ് ഓർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 27 represent no person shall be compelled to pay religious taxes on the promotion of a religion. ആർട്ടിക്കിൾ 27 പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ പരിപോഷിപ്പിക്കുന്നതിനായി ഒരു വ്യക്തിയെയും നികുതി നൽകാൻ നിർബന്ധിക്കരുത്. ആർട്ടിക്കിൾ 28 എന്താ പറയുന്നത് പ്രൊഹിബിറ്റ്സ് ഇംപാർട്ടിംഗ് ഓഫ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ ദി സ്റ്റേറ്റ് ഫണ്ടഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല. The freedom of religions is not an unlimited right. The government can impose restriction on the practice of freedom of religion in order to protect public order, morality and health. മതസ്വാതന്ത്ര്യം ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ക്രമസമാധാനം, ധാർമ്മികത, ആരോഗ്യം എന്നിവയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മതസ്വാതന്ത്ര്യത്തിനുമേൽ കേന്ദ്ര സർക്കാരിന് ചില നിയന്ത്രണങ്ങൾ ചുമത്താൻ കഴിയും. ചില സാമൂഹിക തിന്മകൾ പിഴുതെറിയുന്നതിനും സർക്കാരിന് മതകാര്യങ്ങളിൽ ഇടപെടാം. And the fifth one, cultural and educational right. ആർട്ടിക്കിൾ 29 to 30 അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. ആർട്ടിക്കിൾ 29 മുതൽ 30 ഇതിൽ പറയുന്നത് ആർട്ടിക്കിൾ 29 എനി സെക്ഷൻ ഓഫ് സിറ്റിസൺ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ ഷാൾ ഹാവ് ദി റൈറ്റ് ടു പ്രിസേർവ് ദി സെയിം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 29 പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 30 റൈറ്റ് ടു റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് to establish and administer educational institution. The government will not discriminate against these institution while giving grant in aid. എന്ന് പറഞ്ഞാൽ മത, ഭാഷ, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം, സാമ്പത്തിക സഹായം അനുവദിക്കുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളോട് സർക്കാർ യാതൊരുവിധ വിവേചനവും കാണിക്കുവാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു റെമഡീസ് ഫോർ ദി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ആൻ അഗ്രീവ്ഡ് സിറ്റിസൺ. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ്, ഹാർട്ട് ആൻഡ് സോൾ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. അതായത് മൗലികാവകാശ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 32 ഉറപ്പു നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 32 മെയ്ഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലീഗൽ ആൻഡ് ജസ്റ്റിഫിയബിൾ. മൗലിക അവകാശങ്ങൾ ലംഘനമുണ്ടായാൽ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി ഏതൊരു വ്യക്തിക്കും ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. A citizen can approach a high court or the Supreme Court to restore the fundamental rights in case of its violation. The Supreme Court and the High Court can issue order and give directives to the government for the enforcement of right.
ഇത് അവകാശ ലംഘനമുണ്ടായാൽ ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോർട്ടിനെയോ നമുക്ക് സമീപിക്കാവുന്നതാണ്. സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 22 ആൻഡ് ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 can issue writ for the enforcement of fundamental rights. അങ്ങനെ ഈ വകുപ്പനുസരിച്ച് ഹൈക്കോടതിയെയും സമീപിക്കാം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. നോക്കാം എന്തൊക്കെയാണ് റിട്സുകളെന്ന്. ഒന്ന്, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് മീൻസ് a writ of habeas corpus means that the court orders that the arrested person should be presented before it. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ്, ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ക്യാൻ ആൾസോ ഓർഡർ ടു സെറ്റ് ഫ്രീ ആൻ അറസ്റ്റഡ് പേഴ്സൺ ഇഫ് ദി മാനർ ഓർ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആർ നോട്ട് ലോഫുൾ ഓർ സാറ്റിസ്ഫാക്ടറി. In India, it can also be issued against private individual or organization. അതായത് നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നതിനെതിരായ ഉത്തരവാണിത്. ഭരണാധികാരികൾക്കെതിരെ മാത്രമല്ല സ്വകാര്യ വ്യക്തികൾക്കെതിരായും ഇത് പ്രയോഗിക്കാവുന്നതാണ്. സെക്കൻഡ് വൺ, മാൻറ്റമസ്. This writ is issued when the court finds that a particular office holder is not doing legal duty and thereby in infringing on the right of an individual. മാൻറ്റമസ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻറ്റമസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, പ്രൊഹിബിഷൻ. ദ റിട്ട് ഈസ് ഇഷ്യൂഡ് ബൈ എ ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് വെൻ എ ലോവർ കോർട്ട് ഹാസ് കൺസിഡേർഡ് എ കേസ് ഗോയിങ് ബിയോണ്ട് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതികൾ അധികാരപരിധി ലംഘിക്കുമ്പോൾ അതിനെ തടയുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ദ ഫോർത്ത് വൺ, കോ വാറന്റോ. ഇഫ് ദി കോർട്ട് ഫൈൻഡ്സ് ദാറ്റ് എ പേഴ്സൺ ഈസ് ഹോൾഡിംഗ് ഓഫീസ് ബട്ട് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഹോൾഡ് ദാറ്റ് ഓഫീസ്, it issues the writ of quo warranto and restrict that person from acting as an office holder. quo warranto എന്ന് പറഞ്ഞാൽ പൊതു സ്ഥാപനങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥർ അർഹതയില്ലാത്ത പദവികൾ വഹിക്കുന്നതിനെ തടയുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് quo warranto എന്ന് പറയുന്നത്. And the last one, certiorari. Under this writ, the court orders a lower court or another authority to transfer a matter pending before it to the higher അതോറിറ്റി ഓർ കോർട്ട്. സെർഷ്യോറി എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി മെയിൻ 5 റിട്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി 1928 എന്ന് പറയുന്നത്. In which committee reports recommended the inclusion of fundamental rights in the Indian Constitution, Motilal Nehru report in 1928. Which article cannot be suspended during emergency? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിൽ ഏത് ആർട്ടിക്കിളാണ് നിഷേധിക്കാൻ സാധിക്കാത്തത്? ആർട്ടിക്കിൾ 21. In 1928, the 44th Amendment ഭരണഘടനാ ഭേദഗതി പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ആർട്ടിക്കിൾ 20 ആൻഡ് ആർട്ടിക്കിൾ 21 do not suspended. Okay, the 44th Amendment in 1978. Which fundamental right was abolished in 1978 by 44th Amendment? Right to property. Right to property is a legal right now under Article 300A. സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി മാറി. ഇതിപ്പോൾ ഒരു നിയമവകാശം മാത്രമായി, എ ലീഗൽ റൈറ്റ്. ആർട്ടിക്കിൾ 300A 300A ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. The practice of making provision for the reservation of appointments in favor of socially and educationally backward classes and SC and ST under Article 16 known as protective discrimination.
സാമൂഹ്യവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും നിയമനത്തിൽ സംവരണം ഏർപ്പെടുത്താൻ 16-ാം വകുപ്പ് രാഷ്ട്രത്തിന് അനുമതി നൽകുന്നത് പരിരക്ഷാ വിവേചനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ? കരുതൽ തടങ്കൽ എന്താണ് നോക്കാം. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ മീൻസ് detain or arrest a person on the assumption that he can be a threat to law and order or to the peace and security of the nation. It prevents a person from committing further offense. The preventive detention can be extended only for 3 months. After 3 months, such a case is brought before an advisory board for review. കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കോ ക്രമസമാധാനത്തിനോ ഭീഷണി ഉയർത്തുമെന്ന് കണ്ടാൽ അയാളെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാനുമുള്ള അധികാരമാണിത്. 3 മാസം വരെ ഒരു വ്യക്തിയെ കരുതൽ തടങ്കലിൽ സൂക്ഷിക്കാം. 3 മാസങ്ങൾക്ക് ശേഷം ഈ കേസ് ഒരു ഉപദേശക സമിതിക്ക് മുൻപാകെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദി ഇൻസേർട്ടേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? സ്വരൻ സിംഗ് കമ്മിറ്റി. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് 1976 ദ 42 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. ഇൻ വിച്ച് ഇയർ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡഡ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 1976 42 amendment. Which article of Indian Constitution deals with the fundamental duties? മൗലിക കർത്തവ്യങ്ങൾ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 51A. ദെൻ ഹൗ മെനി ഡ്യൂട്ടീസ് ആർ ഗിവൺ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏകദേശം 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഇൻ വിച്ച് അമെൻഡ്മെൻറ്റ് ഇൻകോർപ്പറേറ്റഡ് 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി? 86th അമെൻഡ്മെൻറ്റ് 2002. 11ാമത്തെ മൗലിക കർത്തവ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 2002 86-ാം ഭരണഘടനാ ഭേദഗതി. എന്താണ് 11ാമത്തെ മൗലിക കർത്തവ്യം എന്ന് പറയുന്നത്? പാരൻസ് ഗാർഡിയൻസ് ഷുഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ദെയർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 to 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ വിദ്യാഭ്യാസം നൽകണം എന്നാണ് 11ാമത്തെ നിർദ്ദേശക തത്വം പറയുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? DPSP പാർട്ട് 4 ആർട്ടിക്കിൾ 36 to 51. നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗമുണ്ട്. ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 4-ാം ഭാഗത്താണ്, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. വാട്ട് ഈസ് ദ ചീഫ് എയിം ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? DPSPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ടു മേക്ക് വെൽഫെയർ സ്റ്റേറ്റ് ആൻഡ് ടു എൻഷുർ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഫോർ ഓൾ. ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുകയും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായ നീതി ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് DPSPയുടെ ചീഫ് എയിം, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി നോക്കാം മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം. The major differences between fundamental rights and the directive principle. Fundamental rights mainly protect the right of individual, while directive principles ensure the well-being in the entire society. മൗലിക അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. മൗലിക അവകാശങ്ങൾ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ justiciable right which can be protected by the court, but directive principles of state policy is non-justiciable that cannot be enforced by the court. അതായത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് കോടതിയെ സമീപിക്കാം, ആ വ്യക്തിക്ക് കോടതിയെ സമീപിക്കാം. പക്ഷേ ഇൻ കേസ് നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. When was National Human Rights Commission NHRC established in India? In 1993 October 12. The first Human Rights Commission in India, the first chairman was Rankanath Misra.
രംഗനാഥ് മിശ്രയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യ അവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ? ഏത് ദിനമാണ് നമ്മൾ മനുഷ്യാവകാശ ദിനമായി? ഡിസംബർ 10. ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇൻ വിച്ച് ഇയർ UN ജനറൽ അസംബ്ലി ഡിക്ലെയർഡ് ഹ്യൂമൻ റൈറ്റ്സ്? 10th ഡിസംബർ 1948. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ഡിക്ലെയർഡ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ 10th ഡിസംബർ 1948. എത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? ഓക്കെ, ദ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ തേർഡ് ചാപ്റ്റർ വാസ് ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷനാണ്. തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന പാഠഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.